Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. CUET examination എഴുതി ICAR യൂണിവേഴ്സിറ്റിയിലൂടെ അഗ്രികൾച്ചർ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള 12 വിവിധ പ്രോഗ്രാമുകളിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ICAR യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഓഗസ്റ്റ് 23 മുമ്പായിട്ട് ICARന്റെ വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ICARന്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യ മുഴുവനുള്ള 62 യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റുകളിലേക്കും ഇതിൽ തന്നെ കേരളത്തിൽ വരുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ 4 ക്യാമ്പസുകളുടെ 15% സീറ്റുകളിലേക്കും ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ICAR യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്ത് റാങ്കിങ്ങിൽ ഉൾപ്പെട്ടതിന് ശേഷം ഓൺലൈൻ കൗൺസിലിങ്ങും ചോയ്സ് ഫില്ലിങ്ങും തുടങ്ങുന്ന സമയത്ത് ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ICARന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ആണ് ഓഗസ്റ്റ് 23 മുമ്പായി എല്ലാ വിദ്യാർത്ഥികളും കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത്. ഇതിനായി എൻട്രി ചെയ്യേണ്ട വെബ്സൈറ്റ് icaradmissions.in എന്ന വെബ്സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് ഓരോ വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിലേക്ക്, നമ്മൾ ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയതിനു ശേഷം ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. ഈ കാൻഡിഡേറ്റ് ലോഗിൻ രജിസ്റ്റർ ചെയ്ത് വേണം നമ്മുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് എല്ലാ വിദ്യാർത്ഥികളും കംപ്ലീറ്റ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് റാങ്കിങ്ങിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ICARൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും, നമുക്കറിയാം ഇതിനായി നാം എഴുതിയ എക്സാമിനേഷനാണ് CUET എക്സാമിനേഷൻ. ആ CUET എക്സാമിനേഷൻ എഴുതിയ സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അഗ്രികൾച്ചർ ഇതേപോലുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്ത് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നാം ഏത് കോഴ്സുകളാണോ ചൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ച 3 സബ്ജക്റ്റിൻ്റെ മാർക്കുകൾ മാത്രം നാം ഇവിടെ എൻട്രി ചെയ്താൽ മതിയാവും. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ബിടെക്കുകൾ സ്ട്രീമുകളുണ്ട്. ആ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനാണ് പ്രയോറിറ്റി വരിക. ബാക്കിയുള്ള കോഴ്സുകളിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ ആയിട്ടോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിലൂടെയോ ഒക്കെ നമുക്ക് അഡ്മിഷൻ നേടാം. അപ്പം നാം എഴുതിയ സബ്ജക്റ്റുകൾ എക്സാമിനേഷനിൽ ഏത് സബ്ജക്റ്റിനാണോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് ആ 3 സബ്ജക്റ്റ് വേണം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അഡ്മിഷന് വേണ്ടിയിട്ട് നാം സബ്മിറ്റ് ചെയ്യുവാൻ. ഇനി നമുക്കിങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിലൂടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്ന 12 കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ BSc ഓണേഴ്സ് ആണ്. BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, സെറികൾച്ചർ ആൻഡ് ഈ വർഷം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത BSc നാച്ചുറൽ ഫാമിംഗ്. ഇത്രയും BSc ഓണേഴ്സ് കോഴ്സുകളിലേക്കും ഇതിനോടൊപ്പം BFSc ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് കോഴ്സിലേക്കും ഇനി വരുന്ന ബിടെക് സ്ട്രീമുകളായ 4 ബിടെക് കോഴ്സുകളാണുള്ളത്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി. അങ്ങനെ ടോട്ടൽ വരുന്ന 12 പ്രോഗ്രാമുകളിലേക്ക്, 12 കോഴ്സുകളിലേക്കാണ് ICARന്റെ അണ്ടറിൽ വരുന്ന 62 യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ അഗ്രികൾച്ചർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 23 മുമ്പായി കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, CUET എക്സാമിനേഷൻ എഴുതി നമുക്ക് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ ICARന്റെ വെബ്സൈറ്റിലൂടെ ഓഗസ്റ്റ് 23 മുമ്പായി കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കണം. അവിടെയും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ് ICARന്റെ. 3 അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ്, തേർഡ്. ഈ 3 അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾ കൃത്യമായി പങ്കെടുക്കണം. ICARന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും തുടങ്ങുന്ന സമയത്ത് ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായി പേരൻസിനെയും വിദ്യാർത്ഥികളെയും ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലെ പുതിയ കോഴ്സുകളും കോഴ്സുകളും ഡീറ്റെയിൽസും എല്ലാം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൃത്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കും പേരൻസും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുകയും ചെയ്യാം. ICARന്റെ വെബ്സൈറ്റിൽ നാം എൻ്റർ ആയതിനു ശേഷം ആപ്ലിക്കൻസ് ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം നാം രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ
7 സ്റ്റെപ്പുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലൂടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നാം അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ച് നാം എൻട്രി ചെയ്ത് കൊടുക്കുക. അത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ആവും. സെക്കൻഡ് വൺ സിഗ്നേച്ചർ ആൻഡ് ഫോട്ടോ, ഇത് രണ്ടും നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. തേർഡ് ഈസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ഈ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നാം കൃത്യമായിട്ട് എൻട്രി ചെയ്യുക. ഫോർത്ത് വൺ പ്ലസ് ടുവിൻ്റെ മാർക്കും സബ്ജക്ട് ഡീറ്റെയിൽസും നാം എൻട്രി ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്, അതിന് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഫിഫ്ത്ത് വൺ CUET എക്സാമിനേഷൻ എഴുതിയ നമ്മുടെ സ്കോർ, ആ സ്കോർ നാം എൻട്രി ചെയ്ത് കൊടുക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് 3 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് നാം എൻട്രി ചെയ്യേണ്ടത്. 6 സബ്ജക്റ്റ് വരെ നാം എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത അല്ലെങ്കിൽ നാം സെലക്ട് ചെയ്യാൻ പോകുന്ന കോഴ്സിന് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ആവശ്യം, ആ സബ്ജക്റ്റുകളുടെ മാർക്ക് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. നെക്സ്റ്റ് വൺ ഈസ് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ്. നമുക്കുള്ള റിസർവേഷൻസും ID-യും എല്ലാം പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സുകൾ നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺഫർമേഷൻ ആണ്. നാം ഇതെല്ലാം പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കംപ്ലീറ്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ICARൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ICAR റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ഇന്ത്യ മുഴുവൻ ICARൻ്റെ അണ്ടറിൽ വരുന്ന 62 യൂണിവേഴ്സിറ്റികളിലെ 12 ഡിഫറൻറ്റ് കോഴ്സുകളിലേക്ക് നമുക്ക് അഡ്മിഷന് എലിജിബിലിറ്റി കിട്ടുകയും ചെയ്യുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ICARൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇന്ത്യ മുഴുവനുള്ള ക്യാമ്പസുകളുടെ 15% സീറ്റാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലുള്ള ഈ 4 ക്യാമ്പസുകളുടെ അഗ്രികൾച്ചർ കോഴ്സുകൾ റൺ ചെയ്യുന്ന 4 ക്യാമ്പസുകളുടെ ബാക്കി 85% സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിന് കേരളയുടെ കീമിൻ്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് അഗ്രികൾച്ചർ കോഴ്സ് നാം സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് കേരളത്തിലുള്ള ക്യാമ്പസുകളുടെ 85% സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അത് കേരളത്തിലുള്ള ഫിഷറി സയൻസ് കോഴ്സ് ആണെങ്കിലും അഗ്രികൾച്ചർ കോഴ്സ് ആണെങ്കിലും ഇതിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ നാം കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണം. അപ്പോൾ ഇതേപോലെ എൻട്രൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിൻ്റെ പുതിയ അപ്ഡേറ്റ്സും ന്യൂസും കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ധാരാളം പേരൻസ് വിളിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയ്ക്ക് സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവുമുണ്ട്. നിങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആൽഫയിൽ വിളിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിനോടൊപ്പം നമുക്കൊരു മികച്ച ക്യാമ്പസോ കോഴ്സോ ലഭിച്ചിട്ടില്ല എന്ന് വിചാരിച്ചും നാം ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാര്യം അവസരങ്ങളും ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. 2025 എന്ന ഇയറിൽ മെഡിക്കൽ സെക്ടറിലെ വിവിധ കോഴ്സുകൾക്ക്, വിവിധ എൻട്രൻസുകൾക്ക് ഏറ്റവും നല്ല വിജയം നേടാനുള്ള റിപ്പീറ്റർ ബാച്ചിലേക്ക്, സെപ്റ്റംബർ ബാച്ചിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും നന്നായി പഠിച്ച് നല്ല വിജയം നേടാനും ആൽഫ അക്കാഡമിയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഏറ്റവും നല്ലൊരു വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ പുതിയ ന്യൂസും കോഴ്സ് ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.